ഹായ്. കഴിഞ്ഞ വർഷത്തെ വിന്നർ ജിൻഡോയെ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു ഇതിനോടനുബന്ധിച്ചിട്ട്. പക്ഷേ ഇപ്പോൾ വീണ്ടും ജിൻഡോയുടെ കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കും കുറച്ച് കാര്യം റിലേറ്റ് ചെയ്യാനുണ്ട്. ആക്ച്വലി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. ബിഗ് ബോസ് സീസൺ 6 എൻ്റെതായിരുന്നു. ആക്ച്വലി ഐ ആം ദ വിന്നർ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്രത്തോളം അവഹേളിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതായത് സായി ഉൾപ്പെട്ട കിക്ക് സംഘടകർ എല്ലാവരും കൂടെ ചേർന്നിട്ട് കൂട്ടത്തോടെ ആക്രമിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ വല്ലാണ്ട് അവർ ഹറാസ് ചെയ്തിരുന്നു. ഒരാളല്ല രണ്ടാളല്ല, ഇല്ലാ വചനങ്ങൾ, നുണകൾ, വളരെ വൾഗറായ രീതിയിൽ ഒരു സ്ത്രീയെ എത്രത്തോളം അവഹേളിക്കാമോ അത്രത്തോളം അവഹേളിക്കുകയും വിത്തൗട്ട് എ റീസൺ, അതായത് ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയി എന്നൊരൊറ്റ കാരണം കൊണ്ട് അവളെ വെച്ച് അവൾക്ക് പൈസ ഇട്ട് കൊടുത്ത് എന്നെ തെറി വിളിപ്പിക്കുകയും എന്നെ മോശം പറയിക്കുകയും സൈബർ ബുള്ളിങ് ഇട്ടുകൊടുക്കുകയും ചെയ്തതാണ് കൂട്ടത്തോടുള്ള ആക്രമണം. അതിനകത്ത് മെയിനായിട്ട് നിന്നവരിൽ ബഷീർ, ജാസ്മിൻ ജാഫർ, സായി എന്ന സീക്രട്ട് ഏജന്റ്, സിജോയെ പറഞ്ഞ ഡയലോഗ് കേട്ടാലുണ്ടല്ലോ, ഞാൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്നാണ് സിജോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം പറഞ്ഞത്. അപ്പം ഞാൻ സത്യത്തിൽ ബാക്കി ഒന്നിനേക്കാൾ എനിക്ക് വേദന തോന്നിയത് ആ ഒരു വാക്കാണ്, പാകിസ്ഥാനി പൊടി എന്നുള്ളത്. അപ്പം യൂഷ്വലി നമ്മളെയൊക്കെ അങ്ങനെയാണല്ലോ പറയാറ്, നീ പാകിസ്ഥാനിലോട്ട് കെട്ടിക്കയറി പൊടി എന്നുള്ളത്. ഭയങ്കര വേദന തോന്നിയിരുന്നു. ആ വേദന, അതിൽ നിന്ന് എനിക്കൊരു തുള്ളി കണ്ണീര് വീണിട്ടുണ്ട്. ആ കണ്ണീരിൻ്റെ വാല്യൂ ആണ് മറ്റേ ഇടി കൊണ്ട് റോക്കി ബായി തിരിച്ചു തന്നതെന്ന് ഞാൻ പറയും. അത്രത്തോളം ഞാൻ അത്രയും പ്രയാസപ്പെട്ടതായിരുന്നു. ഇവരെല്ലാവരുടെയും സൈബർ ബുള്ളിങ് വല്ലാത്ത സംഗതിയായിരുന്നു. മെയിനായിട്ട് ഞാൻ സായിയെ പറയും. സായിക്ക് ഒരു കാര്യമുണ്ട്, ഒരാളെ അയാളെ ടാർഗറ്റ് ചെയ്ത് അയാളെ ഗ്രൂപ്പ് മൊത്തം അവരെ കൊണ്ട് ടാർഗറ്റ് ചെയ്യും. അന്യായങ്ങൾ നോക്കില്ല, ഇരുന്നുകൊണ്ട് വായ്ത്താളം പറയും. കാറിനകത്തിരുന്നു കൊണ്ട് ഭയങ്കര കൊട്ടേഷൻ എടുപ്പാണ് സായിക്ക്. സായി പറയുന്നത് അട്ടർ ഫേക്ക് ആണെന്നുള്ളത് ആദ്യമായി ധൈര്യസമേതം പറഞ്ഞത് ഞാനാണ്. ബാക്കിയുള്ളവരൊക്കെ കളിയാക്കേ ഉള്ളൂ. തെളിവ് സംഗതി വെച്ച് കൃത്യമായി അയാളെ അടിച്ചത് ഞാനാണ്. അതിൻ്റെ കാരണം ബഷീറാണ്. ബഷീറുടെ വിഷയത്തിൽ ആ പെണ്ണുങ്ങളെ കളിയാക്കി ഞാനൊരു വീഡിയോ ഇട്ടതിന് എൻ്റെ അബ്രിങ്സിനെ, എൻ്റെ ഉമ്മായ വാപ്പായെ എന്ന് വേണ്ട, ഞാൻ മുൻപ് നടത്തിയ ഒരു പരാമർശം, അതായത് ഒരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്ത് നടത്തിയ പരാമർശം ഉൾപ്പെടെ പബ്ലിക്കിൽ ഇട്ടുകൊടുത്തു. പേഴ്സണലി പോകുന്നില്ല. ജിൻഡോയുടെ വിഷയത്തിൽ അതുപോലൊരു സെയിം സിറ്റുവേഷൻ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ജിൻഡോയ്ക്ക് സപ്പോർട്ട് പറഞ്ഞത്, അല്ലാതെ മറ്റൊരു കാരണമല്ല. ആൻഡ് ജിൻഡോ എനിക്ക് പേഴ്സണലി ഒന്നും അറിയത്തില്ല. ഞാൻ ജിൻഡോ അതിനകത്തുണ്ടായിരുന്ന സമയത്ത് റിവ്യൂ ചെയ്ത ടൈമിൽ കുറേയധികം ചാരിറ്റി ഇഷ്യൂസിനെയൊക്കെ റിലേറ്റ് ചെയ്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പിന്നീട് അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ജിൻഡോ കറക്റ്റാണ്, ജിൻഡോയുടെ പൊസിഷൻ കറക്റ്റാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ചുറ്റുനിന്ന് ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡിസിഷൻസിലൊക്കെ ഈ പ്രശ്നം ബാധിക്കപ്പെടും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. എനിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ എടുക്കുന്നത്. കുറച്ച് ഭാഗം നമുക്ക് ജിൻഡോയുടെ കാര്യം കേൾക്കാം. നടത്തിപ്പവകാശം കൊടുത്തുള്ളൂ ചോദിച്ചിട്ട് വന്ന ആളാണ്. അങ്ങനെയൊക്കെ ഒരാൾ എന്നിട്ട് ജോലി വെച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിങ്ങനെ ഒരാളെ നടത്തിപ്പിക്കാനുള്ള പരിപാടിയാണ്, കാരണം എനിക്ക് ഇപ്പോൾ നോക്കാൻ പറ്റില്ല, കുറച്ച് കാലത്തേക്ക് ഞാൻ സിനിമ ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, സാറേ ഞാൻ നോക്കട്ടെ സാറേ, എനിക്ക് ഒരു വരുമാനമാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും 20 ലക്ഷം രൂപയോളം എനിക്ക് അഡ്വാൻസ് തന്ന് ഇത് ലീസിനെടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അവരുമായിട്ട് ബന്ധം എന്താണെന്ന് ചോദിക്കുക. ഒരു ബന്ധമില്ല. എൻ്റെ നാട്ടിലുള്ള കുട്ടീനാണ്. ഒരിക്കലും അവർക്ക് പാർട്ട്ണർഷിപ്പ് കൊടുക്കാൻ മാത്രം അവരെനിക്കൊന്നും തന്നിട്ടില്ല. അത് അവർക്ക് ജോലിക്കാരി, അതായത് അവരെ നടത്തിയിട്ട്, അത് എനിക്ക് എപ്പോൾ വേണമെങ്കിൽ ചെല്ലാം, എൻ്റെ ജോലിക്കാരെ എത്ര വേണമെങ്കിൽ നിർത്താം, എനിക്ക് കുഴപ്പമില്ല, അവരെ ഹെൽപ്പ് ചെയ്യാനല്ലേ, ഭർത്താവല്ലേ എന്ന് പറയണം. ഭർത്താവാണോ അല്ലെങ്കിൽ എനിക്കൊരു തെളിവില്ല. ഒന്നും അവരോട് പറയും, നിങ്ങൾ വണ്ണം കുറയണമെങ്കിൽ ഇത് കഴിച്ചാൽ മതി. എന്ത് കഴിച്ചാൽ മതി? ഡ്രഗ്സ് കഴിച്ചാൽ മതി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചേ, ഇത് ശരിയല്ലല്ലോ വെച്ചാൽ അന്വേഷിച്ചപ്പോഴാണ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് 3 മാസം MDM കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ പേരെന്തോ ജിൻഡോ? മെൽബിന്നോ ഉണ്ടെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതായത് ആളുടെ പേരിൽ ഞാൻ എഗ്രിമെൻറ്റോ അങ്ങനെയൊന്നുമില്ല. ഉള്ളതിൽ 40% അവർക്കും 60% എനിക്കും, അങ്ങനെയാണ് മേടിച്ചിരുന്നത്. കാരണം എനിക്കറിയാലോ എൻ്റെ ജിമ്മിൻ്റെ ഉള്ളിൽ ക്യാമറ ഉണ്ടെന്നുള്ളത്. എനിക്കറിയില്ല എൻ്റെ ജിമ്മിൽ ക്യാമറ ഉണ്ടെന്നുള്ളത്. ഞാൻ പൈസ എടുത്തു എന്നുള്ളത്. ഞാൻ ഈ 10,000 എൻ്റെ ജിമ്മിൽ നിന്ന് എനിക്ക് എടുക്കേണ്ട ആവശ്യം എന്താ? എടുത്തെങ്കിൽ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ? സാറേ ഞാൻ 10,000 എടുത്തു, അവിടെ ഉണ്ട്, എൻ്റെ ജിമ്മല്ലേ. ഞാൻ ഈ MDM കേസിൽ പിടിക്കപ്പെട്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, ഇവിടെ നിന്ന് ഇറങ്ങ്, ശരിയാവില്ല, ഈ പരിപാടി ഇവിടെ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം മുതൽ അവർക്ക് പ്രശ്നങ്ങളായി, മൊബൈലിലേക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ കള്ളത്തരം കാണിക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വേറൊരു കുട്ടീനെ അവിടെ ഓഫീസ് ആദ്യം തൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ജിൻഡോയെ സമീപിക്കുന്നു. ജിൻഡോയുടെ വിഷമതകൾ പറഞ്ഞ് ജിൻഡോയുടെ സിമ്പതി കൈപ്പറ്റുന്നു. അതിനുശേഷം ആ ഒരു ഷോപ്പിൻ്റെ നടത്തിപ്പുകാരിയായിട്ട് അതിനകത്ത് കയറുന്നു. ₹1,00,000 കൊടുത്താൽ മാത്രമേ അതിൻ്റെ നടത്തിപ്പ് കിട്ടുകയുള്ളൂ, അതൊന്നും വേണ്ട എന്നും സിമ്പതിയുടെ പേർക്ക് അത് നടത്താനുള്ള ഒരു സാങ്ഷൻ പുള്ളിക്കാരൻ കൊടുക്കുന്നു. പുള്ളിക്കാരൻ്റെ സ്വന്തം ജിമ്മാണ്.
അതിൽ കൂടെ ഭർത്താവിനെ കൊണ്ടുവരുന്നു, എനിക്ക് സപ്പോർട്ടീവായി ഭർത്താവ് വേണം, ഭർത്താവ് എന്നോട് ചോദിച്ചു, എൻ്റെ വീട്ടുകാരാണ് മാറിയിരിക്കുന്ന, ഭർത്താവ് എൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറഞ്ഞ് ഭർത്താവിനെ കൂട്ടിയിട്ട് വരുന്നു. അവർ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ നടത്തുന്നു. പിന്നീട് ജിൻഡോ അറിയുന്ന കാര്യങ്ങളാണ് അവിടെ ഡ്രഗ്സ് വിൽപ്പന ഉണ്ട് എന്നുള്ളതൊക്കെ. അതിനെയൊക്കെ കുറിച്ചുള്ള കുറേ ഡീറ്റെയിലിങ് ജിൻഡോ പറയുന്നുണ്ട്. അത് ആ ഇൻ്റർവ്യൂവിനകത്ത് കൃത്യമായിട്ടുണ്ട്. ഞാനത് പൂർണ്ണമായും ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കിയ ജിൻഡോ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. തുടർന്ന് അവർ തമ്മിലൊരു വാക്ക് തർക്കമുണ്ടാകുന്നു. ഏറ്റവും എളുപ്പമാർഗം ജിൻഡോയെ മോശപ്പെട്ടവനെന്ന് കടിച്ചു താഴ്ത്തുകൊണ്ട് ജിൻഡോ അവരെ സെക്ഷുവലി അസാൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുക്കുന്നു. ഇതൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്നത് സായി ഇതൊക്കെ എടുത്തു വെച്ച് പബ്ലിക്കിൽ കൊടുക്കുമ്പോൾ സിജോയും സായിയും മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് ഈ വിഷയങ്ങൾ മാത്രം വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു യൂട്യൂബേഴ്സോ മറ്റൊരു ചാനലുകാരോ ഇത് ഹൈലൈറ്റ് ചെയ്യാത്തടത്ത് സായി അത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരാൾ ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ജിൻഡോയുടെ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ ബിഗ് ബോസിൽ കൂടെ കണ്ടതാണ്. പിന്നെ അയാൾ വന്നിട്ട് ഇതുപോലെ ചെയ്യുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. പിന്നെ ജിൻഡോ ശക്തമായി ഇതിനെതിരെ നിന്നു, ജാമ്യം എടുത്തു. അയാൾ അനുഭവിച്ച സ്ട്രെസ് ആലോചിച്ച് നോക്കൂ. ഇത് ടാർഗറ്റഡ് ആണ്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയാം. എൻ്റെ മകനെ എന്നോടുള്ള വാശിക്ക് കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആളാണ് സായി. അത്രത്തോളം ഉണ്ടായിരുന്നു. എൻ്റെ ചാനൽ അടിച്ചു കളഞ്ഞ വൈരാഗ്യം തീർന്നില്ല. പകരം എൻ്റെ കുട്ടീനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആളാണ് സായി. അത്രത്തോളം ഉണ്ടായിരുന്നു സായിയുടെ വൈരാഗ്യം. അപ്പോൾ തീർച്ചയായിട്ടും സായി അത് ചെയ്യുമെന്നുള്ളതാണ്. സായിയുടെ അറേഞ്ച്മെൻറ്റ്സിലാണ് ഈ സ്ത്രീ ഇവിടെ വന്നതെന്നാണ് ഇപ്പോൾ ജിൻഡോ പറയണത്. വാസ്തവം എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഒരുപാട് കാര്യങ്ങൾ സായിക്ക് അഗൻസ്റ്റ് പറയുന്നുണ്ട്. ഒരു ടാർഗറ്റ് പ്ലേ ആണ്. ഒന്നാമത്തെ കാര്യം, ഒരു ഡ്രഗ് കഴിക്കുന്നവനാണെന്ന് ഇയാളെ ഇങ്ങനെ നിരന്തരം പറയുന്നുണ്ട്. സായിയെ തെറി വിളിച്ചു എന്നാണ് സായി പറയുന്നത്. സ്വാഭാവികമായി ഒരാളെ പിന്തുടർന്ന് ആക്രമിക്കുമ്പോൾ തെറി കേൾക്കില്ലേ? ഇപ്പം ഞാനും വിളിച്ചിട്ടുണ്ട്. എന്നെ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്ക് കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും മുത്തിക്കും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളെ ആക്രമിക്കുന്നുണ്ടല്ലേ. ആ കാര്യം തന്നെ ഇയാളും പറയുന്നുണ്ട്. കേൾക്കാം. മെയിനായിട്ട് നിങ്ങൾക്ക് കാണാവുന്ന കാര്യമല്ലേ സിജോം സായി എന്താ കളിക്കണേ? നമ്മൾ എന്ത് ചെയ്തിട്ടാ ജിൻഡോയെ ശത്രുവാക്കിയിട്ട് അവർക്ക് എന്ത് നേടാനാ? അടുത്ത ആഴ്ച പുറത്ത് പോകുന്ന 100% ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്ത് ഒരു 5 ലക്ഷം വെച്ചപ്പിക്കും ഓടിയൊന്നും എടുത്തിട്ട് പോയി. അവർ 25 ലക്ഷം വെക്കായിരുന്നു. അത് അവൻ്റെ ഗെയിം അല്ലേ? ആ 25 ലക്ഷം വെക്കായിരുന്നെങ്കിൽ അവിടെ ആർക്കൊക്കെ വീട് പണിയാനും കാര്യങ്ങൾക്കൊക്കെ പറയുന്നുണ്ട്. അത് കിട്ടിയേനെ, ആ കാശ് അവർക്ക് കിട്ടിയേനെ. ഇവൻ എന്ത് ചെയ്തു? ഇവനെ പുറത്താക്കുമല്ലോ. 5 ലക്ഷം കിട്ടിയത് ഞാൻ ചോദിക്കും, ജിൻഡോ പറയുന്ന ഈ ശത്രുത അവർക്ക് ജിൻഡോയിൽ വരാൻ കാരണം എന്താ? അവർ രണ്ടുപേരും ഒരു ടീമായിട്ട് അവിടെ കയറിയ ആൾക്കാരാ. കാരണം അവിടുത്തെ ആംഗ്ലപെങ്ങന്മാർ കളിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായിരുന്നു. എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ പൊട്ടണല്ലേ, നമ്മൾ കാണണല്ലേ. അതിൻ്റെ ഉള്ളിൽ ഒരു കിടന്ന് കളിക്കുന്ന നമ്മൾ കാണണല്ലേ. അപ്പോൾ അപ്പോഴും ഇവർക്ക് കപ്പടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നപ്പോഴും സായി അന്നും ഞാൻ കപ്പടിച്ച സമയത്തും സായി സിജോൻ പറയണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ജിൻഡോ കപ്പടിച്ചോ ഉൾക്കൊള്ളാൻ പറ്റില്ല. സിജോ പറയണ്ടല്ലോ. പെൺകുട്ടികളുടെ വോയിസ്. എല്ലാ പെൺകുട്ടികളും ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു പെൺകുട്ടിക്ക് പൈസ കൊടുത്ത് ഇവരെ കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പറയണില്ലല്ലോ. ഞാൻ എന്തെങ്കിലും പറയണുണ്ടാ? ഇല്ല. ഞാൻ പൈസ കൊടുത്ത് ജിൻഡോയ്ക്കെതിരെ വോയിസ് ഇടിപ്പിക്കാൻ സിജോയ്ക്ക് ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുള്ളതല്ലേ ചെയ്താനേ. അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് സൗണ്ട് ഉണ്ടാവില്ലേ? എൻ്റെ ഓപ്പോസിറ്റ് സൗണ്ട് ഉണ്ടോ? ഇല്ലല്ലോ. എൻ്റെ ഓപ്പോസിറ്റ് സൗണ്ട് ഇല്ല. ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. ഉറപ്പിച്ച് പറയാം. പിന്നെന്ത് ചെയ്യും? ഞാൻ ഡ്രഗ്സ് ഉപയോഗിക്കാറില്ല. ഒരു വ്യക്തിയുടെ തന്തയ്ക്ക് വിളിക്കുന്നത് ശരിയാണ് ഒരു സോഷ്യൽ മീഡിയയിൽ? ഒരു വ്യക്തിയുടെ തന്തയ്ക്ക് വിളിക്കുന്നത് ശരിയാണോ എന്ന് വെച്ചാൽ അല്ല. ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏത് മോനായാലും ഞാൻ തിരിച്ചു വിളിക്കും. കാണിച്ചു തരാം. പുള്ളി വിളിച്ചത് തന്നെ. ആര് വിളിച്ചു? അതേ സായി വിളിച്ചു. അപ്പൊ ഇതിന് മറുപടി നിർത്തിക്കോ? ഇതൊന്നല്ല, ഇതിന് ജിൻഡോയ്ക്ക് ഒരു സാമ്പിളാണ്. ഒരു വട്ടമല്ല, പല വട്ടം അവൻ പല ആൾക്കാരെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എൻ്റെ മാത്രമല്ല, പല ആൾക്കാരുടെ. ഒന്നും കൊടുത്തില്ല. ഞാൻ കൊടുത്തത് അവൻ ഇങ്ങോട്ട് വിളിച്ച പോലെ തിരിച്ച് അങ്ങോട്ട് വിളിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ അവനാരും വിളിക്കില്ല. കാരണം ഞങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം അറിയുന്ന ആൾക്കാരുണ്ട്. മിണ്ടാതിരിക്കുന്നുള്ള ഉണ്ണിമുന്തം കഴിഞ്ഞ എന്താ ചെയ്തത്? നല്ല തെറി വിളിച്ചപ്പോൾ അവന് സമാധാനമല്ലേ? അവൻ എന്നിട്ട് എടുത്തിട്ടുണ്ടാകുന്നില്ല. ഉണ്ണിമുന്തം വിളിച്ചൊക്കെ ഉണ്ണിമുന്തനും പറ്റി ഒന്നും പറ്റിയില്ല. അതുപോലെ അവനെ തിരിച്ച് വിളിച്ചാലാണ് അവൻ പഠിക്കുള്ളൂ. അവൻ്റെ വീട്ടിലുള്ളവരും വിളിക്കണം, അപ്പോഴവൻ പഠിക്കണം. ദാറ്റ് ഈസ് ദ പോയിന്റ്. അത് കറക്റ്റാണ് അയാൾ പറയുന്നത്. പലവട്ടം പലരുടെയും തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടുണ്ട് സായി. പക്ഷെ എന്താണെന്നറിയാമോ? മോഡറേറ്റർ തെറി എന്ന് പറയും. മോഡറേഷൻ അതിനകത്ത് അടിച്ചു കയറ്റും. അതുകൊണ്ട് ആർക്കും അത് മനസ്സിലാകത്തില്ല. അത് മൈൽഡ് അല്ലേ എന്ന് ചോദിക്കും. നിന്നെ ഞാൻ കഴുത എന്ന് വിളിച്ചാൽ നിനക്ക് സുഖിക്കുമോ? നിന്നെ ഞാൻ മന്ദബുദ്ധി എന്ന് വിളിച്ചാൽ സുഖിക്കുമോ എന്ന് തുടങ്ങി പ്രൊവോക്ക് ചെയ്തത് എന്നെ ആണ് ആദ്യം സായി. അപ്പോൾ എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എനിക്കറിയാം ഒരു യൂട്യൂബേഴ്സ് ഇത് എടുക്കത്തില്ല. പകരം ജിൻഡോയെ അപ്പുറത്ത് നിർത്തും. ഒരു കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളൂ. ഇന്ന് എനിക്കോ ജിൻഡോയ്ക്കോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഈ കേടികൾ നിങ്ങൾക്കെതിരെയും തിരിയും. നിങ്ങളെയും ഇതുപോലെ തന്നെ ചെയ്യും. അത് മനസ്സിലാക്കുക. ഇൻഡിപെൻഡൻ്റായി നിന്ന് വീഡിയോ ചെയ്യുന്ന ഓരോരുത്തർക്കും എനിക്ക് പറയാനുള്ളതാണ്,
എന്നോട് ചെയ്തതെന്തോ ജിൻഡോയോട് ഇപ്പം ചെയ്യുന്നതെന്തോ അത് നാളെ നിങ്ങൾക്കും വരും എന്നുള്ള തർക്കമേ വേണ്ട. അത്രയ്ക്ക് വിഷജന്തുക്കളാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ഒരു അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാവുന്ന കാര്യമാണിത്. ഒരു വ്യക്തി അയാളുടെ കരിയറിൽ ഡെവലപ്പ് ചെയ്യുന്നതോ സക്സസ് ആവുന്നതോ കണ്ടിട്ട് കുത്തിക്കഴപ്പെടുത്തിട്ട് വർത്തമാനം പറയുന്ന വൃത്തികെട്ടവന്മാരാണ് ഇവന്മാരെന്നുള്ള തെളിവാണത്. ഈ സിജോ ആയിരുന്നാലും സായി ആയിരുന്നാലും ശരി തന്നെ, രണ്ടെണ്ണം വെറും കുഴപ്പമാണ്. അവർക്ക് അതുകൊണ്ടാണ് പുരോഗതി ഉണ്ടാകാത്തത്. ഒരുത്തൻ ലൈഫിലെ പുരോഗമിച്ചിട്ടില്ല, മറ്റവൻ്റെ ചാനലും പുരോഗമിക്കാറില്ല. ഒരു വ്യക്തിയെ അടച്ചാക്ഷേപിക്കുകയും മോശം പറയുകയും ചെയ്യുമ്പോൾ ഒരല്പം സഹാനുഭൂതിയൊക്കെ കാണിക്കാം. ഇത് കൂട്ടത്തോടെ എല്ലാവരോടും ചേർന്ന് നിന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെ കൊണ്ടും അങ്ങോട്ട് കുത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്തോരം അറ്റാക്കാണെന്നറിയാമോ? ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു പടി ഉയർന്ന് ജിൻഡോ അത് ഫേസ് ചെയ്യുന്നുണ്ട്. അറിയില്ലെങ്കിൽ എന്താകുമെന്ന്. പക്ഷെ നോക്കൂ, പോലീസ് കേസായി, പെണ്ണ് കേസായി, എന്താണ് അയാളുടെ ലൈഫേ കുളമായി. എന്നിട്ട് ഇവനൊക്കെ എന്ത് സമ്പാദിച്ച്? എന്താണ് സായി? ഒരല്പം മനുഷ്യത്വം മതിയായില്ലേടാ നിനക്ക്? നീ മനുഷ്യനാണോടാ? ജീവിതത്തിൽ അതിൻ്റെ നിഴല് വീഴുന്നുണ്ട്. അത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്താ ഉദ്ദേശം നിനക്ക് വ്യക്തമാകും. ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാളുടെ ആ ഒരു അവസ്ഥയെ കളിയാക്കാനും ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന ചെയ്ത്ത് ദോഷത്തിൻ്റെ ഫലം അനുഭവിക്കുക നമ്മളുടെ അനന്തരാവകാശികളാണ്. അതുപോലും ഒരു പ്രോബ്ലമാറ്റിക്കായ കണ്ടീഷനിൽ നീ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നീ തന്നെയാണ്. ശാപങ്ങളാണ് നിന്നെ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത് മനസ്സിലാക്കുക. ഒരല്പം മനസാക്ഷിയോടെ പെരുമാറണം. ആ മനുഷ്യൻ അവൻ്റെ ജോലി നോക്കി ജീവിച്ചു പോട്ടെ. നീയും സിജോയും ജോയിനായി അതിനകത്ത് പോയിട്ട് നിങ്ങൾ ഏബിളാണെന്ന് സ്വയം അങ്ങ് പറയാം. നിങ്ങൾ ഏബിളാണെങ്കിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്രോപ്പറായി ചെയ്തില്ല. നിങ്ങൾ ഗ്രൂപ്പിസം കളിച്ചു, ഫേവറിറ്റിസം കാണിച്ചു. നിങ്ങൾ ജാസ്മിൻ ജാഫറിന് വേണ്ടി പട്ടികളെ പോലെ കാണിച്ചു അവിടെ. അത് അല്ലായിരുന്നു ആളുകൾ ആഗ്രഹിച്ചത്. നിങ്ങൾ പറയുന്നത് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ പറയാതിരിക്കുക. നിങ്ങളുടെ പ്രവൃത്തി വേറെ, പറച്ചിൽ വേറെ. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് വോട്ട് കിട്ടാതെ നിങ്ങൾ പുറത്തേക്ക് വന്നത്. എത്രയോ പേർക്ക് കിട്ടേണ്ട ഒരു എമൗണ്ടിന് 5 ലക്ഷം രൂപ ചാടി എടുത്ത് പുറത്ത് വന്നത്. നിന്റെ ഒരു മാസത്തെ റവന്യൂ ആണത്. ഒരു മാസത്തെ റവന്യൂവിന് നീ ആ ചാടിപ്പിടുത്തം പിടിച്ചെങ്കിൽ അത് കിട്ടാൻ അർഹതയുള്ളവർ എത്ര പേരുണ്ടായിരുന്നു? അനിയത്തിക്കുട്ടി, ചേട്ടത്തിക്കുട്ടി കളി കളിച്ച് ആ പെണ്ണിനെയും കൊണ്ട് നടക്കണമല്ല. ഇന്ന് വരെ അതിനൊരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 1-2 ഉണക്ക സാധനം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ കുട്ടിയുടെ ലൈഫേ പോയി. അത് എങ്ങോട്ടും എങ്ങും എത്തിയില്ല. പക്ഷെ എവിടെയോ എത്തേണ്ടതാണ് ആ കുട്ടി. അങ്ങനെ ആകെ മൊത്തത്തിൽ പറയുമ്പോൾ ആശാണെന്ന് തോന്നിയാലും ഒന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യം പറയുന്നുണ്ട്. ഇപ്പം ഞാൻ മാത്രമാണ് ഇതിൽ ബാധിക്കപ്പെട്ടത് എങ്കിൽ ശരിയായിരിക്കും. ഞാൻ തെറി പറയുന്നുണ്ടായിരിക്കും എന്നെ അങ്ങനെ അവരെല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തല്ലോ. അവനെതിരെയുള്ള സത്യങ്ങൾ പുറത്തു പറയുന്നുണ്ടായിരിക്കാമെന്ന്. ഒരിക്കൽ ഈ സുനിത ദേവദാസുമായിട്ട് ചേർന്നിട്ട് ഒരു നല്ല സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. നേരിട്ട് പോയി അന്വേഷിച്ചിട്ട് അതിൻ്റെ ക്ലിയർ റിപ്പോർട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ പറഞ്ഞ് പരത്തുന്ന കളവുകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എന്നെ അവൻ ഈ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത്. അവൻ തന്നെ തുറന്നു പറയുന്ന വോയിസ് എൻ്റെ ലൈവ് സെക്ഷനിൽ കിടപ്പുണ്ട്. എൻ്റെ കുട്ടീനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന്. അവൻ്റെ കൂടെ നിന്നവർ അതിൽ നിന്ന് മാറി വന്നിട്ട് ഞാൻ അങ്ങനെ എൻ്റെ കുട്ടീനെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ കൊടുത്തു എന്ന് ഇവൻ പറഞ്ഞത് ഞാൻ കേട്ടു എന്നൊന്ന് പറയുമ്പോൾ ഞാൻ ഫോൺ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അത് ഞാൻ ചെയ്തു. ഒരു കൊട്ടേഷൻ ഏജന്റ് മാത്രമായി സായി തരം താഴുകയാണ് ചെയ്യുന്നത്. ഇനിയും നിർത്താറായില്ലേ സായി? നിനക്ക് നാണയില്ലേ? ഇത് ഞാൻ പലപ്പോഴും 2 ദിവസമായിട്ട് ഇത് എടുത്ത് വെച്ചിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് പറയണോ വേണ്ടെന്ന്. പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി. ഏത് രീതിയിൽ നീ കാം ഡൗൺ ആക്കിയാലും ആ ഒരു നൊമ്പരം, ആ വേദന മാറത്തില്ല. അത്രത്തോളം ഒരു കാര്യവുമില്ല. അകാരണമായി തൻ്റെ കരിയറിന് ബാധിക്കപ്പെടുന്ന ഒരു പെണ്ണാണെങ്കിൽ അവളെ അങ്ങ് തീർക്കണം എന്ന രീതിയിൽ നീ ഇറങ്ങി നിന്നൊരു നിലയുണ്ടല്ലോ. അതേ സെയിം തിങ് തന്നെയാണ് നീ ഇപ്പം ജിൻഡോയോട് കാണിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. മനുഷ്യരാണെങ്കിൽ അവൻ്റെ ഒപ്പം ഇരിക്കുക പോലുമില്ല. അവന് സബ്സ്ക്രൈബ് ചെയ്ത് അവൻ്റെ വായ്ത്താളം കേൾക്കാൻ പോയിരിക്കുന്ന വിട്ടി കുശ്മാണ്ടങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ മനുഷ്യനൊരു തെളിവാണ്. നിങ്ങൾ എത്ര ഇകഴ്ത്തിയാലും എത്ര കളിയാക്കിയാലും ഈ കൊടുത്ത കള്ളക്കേസുകൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താനുള്ളതാണ്. അറിയാമോ? നമ്മുടെ പേർക്ക് ഒരു പെണ്ണ് കേസ്, നമ്മുടെ പേർക്ക് ഒരു കഞ്ചാവ് കേസൊക്കെ വന്നാൽ സമൂഹത്തിൽ നമുക്കുള്ള വില എന്താണെന്ന് ഓർത്തു നോക്കൂ. അമ്മാതിരി ഒരു സംഗതി ഈ പയ്യനെതിരെ ഉണ്ടാക്കാൻ ഇവൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇവൻ മനുഷ്യനാണോ? തിരിച്ച് കർമ്മ അടിക്കത്തില്ലെന്നാണ് അവൻ വിചാരിക്കുന്നത്. നാളെ ഇവൻ്റെ പേർക്ക് അത് വരില്ലെന്നാണ് അവൻ വിചാരിക്കുന്നത്. ഇവൻ അന്ന് ഉണ്ണി മുകുന്ദനെ പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ അതങ്ങ് വിട്ടു. ഇപ്പോഴും മനസ്സാറാതെ അയാൾ പലയിടങ്ങളിലും സായിയെ പറയുന്നുണ്ട്. സായിക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. നമ്മളെ ആക്രമിക്കുമ്പോൾ ഈ ഭയങ്കര വേദന വരും. അത് ഒരിക്കലും മാറത്തില്ല. ആ മനസ്സ് ഒരിക്കലും മാറത്തില്ല. അത് മനസ്സിലാക്കിക്കും. നമ്മൾ തിരിച്ച് 2 വാക്ക് പറയുന്നത് പോലെയല്ല ചുറ്റും ആളുകളെ നിർത്തി അടിക്കുന്നത്, ചുറ്റും ആളുകളെ നിർത്തി സൈബർ ബുള്ളിങ് നടത്തുന്നത് ഒരിക്കലും ക്ഷമിച്ചു കൊടുക്കാൻ പറ്റുന്ന തെറ്റല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതിൻ്റെ പേര് നീ ഇനി എന്ത് വായ്ത്താളം പറഞ്ഞാലും എനിക്കൊരു വാഴയില്ല. പറയണമെന്ന് തോന്നിയത് അതാണ്. നിനക്ക് ഞാൻ അതുകൊണ്ടാണ് പേര് വിട്ടത് വാഴ സായി. നാണയില്ലേടാ? ഒന്നുമില്ലേലും ഒരു സഹജീവിയാണെന്നുള്ള
കൺസിഡറേഷൻ കൊടുത്ത് അയാളെ വഴിക്ക് വിട്, കേസും കൊടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് ഇല്ലാത്ത കേസുകളും ഉണ്ടാക്കി അവസാനം തെളിഞ്ഞു വരുമ്പോൾ നീ നശിക്കാൻ പോണത് എങ്ങനെയാണെന്ന് നോക്ക്. ചുണയുള്ളവനാണ് ജിൻഡോ, അവനത് തെളിയിച്ചു കൊണ്ടുവരുമ്പോൾ അന്നിരിക്കുന്നത് നിനക്ക് ബാക്കി. ആര് പറഞ്ഞില്ലേലും ഈ വിഷയം ഞാൻ എടുത്തു പറയും. അതത്രയേ ഉള്ളൂ.